ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മായിലിന്റെ ഖബറടക്കം ഉടൻ. മൃതദേഹം മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദിൽ എത്തിച്ചു. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ അവിടെ പ്രാർത്ഥന നടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. പ്രവിധ ഖബറടക്കത്തോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണിപ്പോൾ വരിക്കാനി ജുമാ മസ്ജിദിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഈ മൃതദേഹം ചേന്നാപ്പാറ ജുമാ മസ്ജിദിൽ എത്തിച്ചത്. അവിടെ പൊതുദർശനമുണ്ടായിരുന്നു. ഒരു നാടൊന്നാകെയും സോഫിയ അവസാനമായി കാണുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ വികാരനിർഭരമായ രംഗങ്ങളാണ് അവിടെ കാണാൻ കഴിഞ്ഞിരുന്നത്. സോഫിയയുടെ മകളുടെ വിഷമം അത് കണ്ടു നിൽക്കുന്നവർക്ക് കണ്ണീരടിഞ്ഞല്ലാതെ കാണാൻ കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുക. കാരണം സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത ഒരു കുട്ടിയാണ്. കുട്ടിക്ക് ഏറ്റവും പ്രിയമുണ്ടായിരുന്ന അമ്മ, ആ കുട്ടിയുടെ എല്ലാ യാത്രകൾക്കും ഒപ്പമുണ്ടായിരുന്ന അമ്മ ഇന്നലെ വൈകിട്ട് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് എങ്ങനെ ഉൾക്കൊള്ളും, എങ്ങനെ ആ കുട്ടി അതിൻ്റെ വിഷമം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ളൊരു സങ്കടം സ്വാഭാവികമായിട്ടും നമുക്കും തോന്നിയിരുന്നു. അത്രയും വൈകാരികമായ രംഗങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ വരിക്കാനി ജുമാ മസ്ജിദിലേക്ക് ഖബറടക്കത്തിനായി മൃതദേഹം കൊണ്ടുവന്നത്. ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ഖബർസ്ഥാനിലേക്ക് മൃതദേഹം മഞ്ചലിൽ കൊണ്ടുപോകും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരു നാടൊന്നാകെ സങ്കടത്തിലായ ഞെട്ടിയ ഒരു സംഭവമായിരുന്നു സോഫിയ ഇസ്മായിലിൻ്റെ മരണം. ഇന്നലെ വൈകിട്ട് 5:45 കുളിക്കാൻ വേണ്ടി ഓലിയിലേക്ക് പോയതാണ്, വീടിനടുത്തുള്ള ഓലിയിലേക്ക് പോയതാണ്. അവിടെ വെച്ചാണ് TR&T എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ 4 വർഷത്തിലധികമായി കാട്ടാനയുടെ ശല്യം ഈ TR&T എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു. ഇന്നലെ അത് ഒരു ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് പോയി എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഈ സോഫിയ അതിക്രൂരമായിട്ട് കാട്ടാന ചവിട്ടി മെതിച്ചിട്ടുണ്ട് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. തലയ്ക്ക് കാട്ടാന ചവിട്ടിയതാണ് ഈ മരണകാരണം എന്നുള്ളതായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു സാഹചര്യം, ആ ഒരു സന്ദർഭം, അത്തരത്തിൽ ക്രൂര ആക്രമണത്തിന് കിടക്കുന്ന സ്വന്തം അമ്മയുടെ മൃതദേഹം കാണേണ്ടി വന്ന ഒരു മകളുണ്ട്, ഭർത്താവുണ്ട്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യമായിരുന്നു. ഇന്നലെ വലിയ പ്രതിഷേധം ഉൾപ്പെടെ ഈ കൊമ്പൻപാറയിൽ അരങ്ങേറുന്നത് നമ്മൾ കണ്ടതാണ്. 8 മണിക്കൂർ നീണ്ടുനിന്ന പ്രതിഷേധമായിരുന്നു. മൃതദേഹം വിട്ടുകൊടുക്കാതെ നാട്ടുകാർ പ്രതിഷേധിച്ചു. പിന്നീട് കളക്ടറും സബ് കളക്ടറും വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ എത്തിയതിനു ശേഷം സമവായത്തിലെത്തി നഷ്ടപരിഹാര തുക ഉൾപ്പെടെ കൊടുക്കാമെന്നുള്ള ഉറപ്പിന്മേൽ മൃതദേഹം വിട്ടു നൽകുകയായിരുന്നു. മാത്രമല്ല ഈ TR&T എസ്റ്റേറ്റിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ഉൾപ്പെടെ കാണും എന്നുള്ളത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പറയേണ്ടത് ഈ ഉറപ്പിനൊക്കെ ഒരു ജീവൻ നഷ്ടപ്പെടേണ്ട ഒരവസ്ഥ, ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതേറെ സങ്കടപ്പെടുന്ന കാര്യമാണ്. സോഫിയെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഇന്ന് നമ്മളൊരു ദൃശ്യം പുറത്തുവിട്ടിരുന്നു. അതായത് ഈ കാട്ടാനകൾക്കിടയിൽ ജീവിക്കുന്ന സോഫിയയുടെ അവസ്ഥ, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ, അത് എത്ര ഭയാനകമാണെന്ന് വിവരിക്കുന്ന സോഫിയയുടെയും സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത മകളുടെയും ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. ആ ഒരു അവസ്ഥ നേരത്തെ ഈ അധികൃതർ കണ്ടിരുന്നെങ്കിൽ, ഈ കാട്ടാനയെ തുരത്തുന്നതിനുള്ളൊരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ സോഫിയയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരെല്ലാവരും തന്നെ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായൊരു സംഭവം, ഒരു നാടൊന്നാകെ വേദനിക്കുന്ന ഒരു സംഭവം. അതിൽ ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായിട്ട് വരിക്കാനി ജുമാ മസ്ജിദിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നു. അത് മൃതദേഹം ഉടൻ തന്നെ ഖബർസ്ഥാനിലേക്ക് മാറ്റുകയും ചെയ്യും. ശരി, സങ്കടക്കാഴ്ചയാണ് അവിടെ ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ ഖബറടക്കം നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മൃതദേഹം മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദിൽ എത്തിച്ചു. പ്രാർത്ഥനകൾക്ക് ശേഷം ഖബറടക്കത്തിനായി മൃതദേഹം കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ.